എന്തിനാ മോനെ എപ്പോഴും ഇങ്ങനെ ആകാശത്ത് നോക്കി നിൽക്കുന്നത്? ആകാശത്താമര കൈ എത്തിപ്പിടിക്കാൻ. ആകാശത്ത് താമരപ്പൂണ്ടോ? നീ എന്തൊക്കെയായി പറയുന്നത്? നടക്കാത്ത മോഹത്തിനാണമ്മേ ആകാശത്താമര എന്ന് പറയുന്നത്. നടക്കാത്ത കാര്യങ്ങളൊന്നും മോഹിക്കരുത് മക്കളെ. ആരാത്? എൻ്റെ അമ്മൂ വിളങ്ങുന്നു ചന്ദ്രനെ പോലെ സുന്ദരി. പതുക്കെ. നാളെ നട്ടുച്ച വെയിലിൽ അരമണിക്കൂറെങ്കിലും എക്സ്ട്രാ പീരീഡ് ചെയ്യേണ്ടി വരും. അമ്മൂന് വേണ്ടിയല്ലേ? സാരമില്ല. ബാലൻ എൻ്റെ അമ്മൂനെ കണ്ടിട്ടില്ലല്ലോ. വെളുത്തു സുന്ദരമായ മുഖം, മുട്ടുവരെ മുടി, മുരുക്കമ്പൂ പോലത്തെ ചുണ്ടുകൾ. എൻ്റെ അമ്മൂ വിളങ്ങുന്നു ചന്ദ്രനെ പോലെ സുന്ദരി. ഇന്ന് ശനിയാഴ്ച മോനെ, ചന്ദ്രനെ കാണരുത്, മനോദുഃഖം ഉണ്ടാവും. അതൊക്കെ അന്ധവിശ്വാസമാണമ്മേ. എനിക്ക് രാത്രി മുഴുവനും ഈ നിലാവിൽ മുങ്ങി കുളിക്കണമെന്ന് തോന്നുന്നു. മഞ്ഞ് വീഴുന്നുണ്ട് മക്കളെ, അകത്തു പോ. പറഞ്ഞാ കേക്ക്. അമ്മ പോയി കിടക്ക്, എനിക്ക് ഒരുപാട് എഴുതാനുണ്ട്. ഇന്നും കഥ എഴുത്താണോ? എന്തിനാ ബലാങ്ങിനെ ഉറക്കളയ്ക്കുന്നത്? അമ്മേ, ഇങ്ങനെ നിലാവിൽ മുങ്ങിക്കുളിച്ചും ഉറക്കമിളിച്ചിരുന്ന് കഥ എഴുതിയും ഒരിക്കൽ അലക്കുകാരി കല്യാണിയുടെ മകൻ ബാലൻ ഒരു വലിയ ആളായി തീരും. എന്റെ കുഞ്ഞിപ്പോഴേ വലിയ ആളായി പോയില്ലേ? അമ്മയെക്കാൾ എത്ര പൊക്കം. ഈ വളർച്ചയെപ്പറ്റി അല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു വലിയ കഥാകൃത്താവും, പ്രസിദ്ധനായ സാഹിത്യകാരൻ. വലിയ വലിയ പത്രങ്ങൾ പോലും എൻ്റെ കഥ പ്രസിദ്ധീകരിക്കുന്ന ഒരു കാലം വരും. അന്ന് എൻ്റെ അമ്മയ്ക്ക് വല്ലവരുടെ മെഴുപ്പലക്കേണ്ടി വരില്ല. നമ്മുടെ പണം കൊടുത്ത് മേടിച്ച കസവ് സെറ്റും കൊടുത്ത് അമ്മ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നാട്ടുകാർ പറയും, ആ പോകുന്ന ആരാണെന്നറിയാമോ? പ്രസിദ്ധ കഥാകൃത്തായ കൃഷ്ണപുരം ബാലന്റെ അമ്മയാണെന്ന്. എന്റെ ദേവി, എന്റെ കുഞ്ഞിന്റെ ആശ പോലെ എല്ലാം നടക്കണേ. അമ്മ കട്ടിലേക്ക് കയറി കിടക്ക്, ഞാൻ താഴെ കിടന്നോളാം. ഓ, എനിക്കിതാ സുഖം. എന്റെ മോൻ വലിയ ആളായി കഴിയുമ്പോൾ അമ്മയ്ക്ക് ഒരു നല്ല കട്ടിൽ മേടിച്ചെന്നാ മതി. എന്താ, അമ്മയ്ക്കും കഥ എഴുതണമെന്ന് തോന്നുന്നുണ്ടോ?
ഏ? ഞാൻ കേട്ടോ. വേണ്ട വേണ്ട, ഇതൊന്നും മോൻ ചെയ്യണ്ട. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ജോലി ഒന്നും മോൻ ചെയ്യാതിരിക്കാനാ ഞാൻ നിന്നെ 4 അക്ഷരം പഠിപ്പിച്ചത്. ആ, കാപ്പി നിന്റെ ഗ്ലാസ്സിൽ അടച്ചു വെച്ചിട്ടുണ്ട്. കലത്തി ചോറും പിഞ്ഞാണത്തി ചമ്മന്തി ഇരിപ്പുണ്ട്. വിശക്കുമ്പോൾ എടുത്ത് കഴിച്ചോണേ. വേണ്ട വേണ്ട, മാറി. കല്യാണിയുടെ മോന് ജോലി വല്ലതും ആയോ? അവൻ കഥ എഴുതും, അതാ അവന്റെ ജോലി. അതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? ചെറുക്കന് നല്ല തണ്ടും തടിയും ആയല്ലോ. നിന്നെ ഇങ്ങനെ നടത്തണോ? വല്ല കൂലി വേലയ്ക്കും പോയിക്കൂടെ? കൂലി വേലയ്ക്ക് പോകാനൊന്നുമല്ല ഞാൻ എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ചത്. നിങ്ങളല്ലല്ലോ അവനെ ചെലവിന് കൊടുക്കുന്നത്, ഞാനല്ലേ. ഇത് നല്ല കൂത്ത്. സ്വന്തം കാര്യം നോക്കാൻ സമയമില്ല, ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ ഭയങ്കര മിടുക്ക്. അമ്മേ, അലക്കുകാരി വന്നു. മുഴുവനും കൊണ്ടുവന്നോ? ഉവ്വ്. മോളെ, കണക്കെഴുതിയ ബുക്കിംഗ് എടുക്കും. മുണ്ടും നേരിയതും 2 സെറ്റ്, ഷർട്ട് 8 എണ്ണം, 5 പാൻറ്, 6 ബ്ലൗസ്. നിങ്ങളുടെ പേര്? കല്യാണിക്കുട്ടി. ഞാൻ മുഖസ്തുതി പറയല്ല കേട്ടോ. എൻ്റെ ഭർത്താവ് പോലീസ് ഇൻസ്പെക്ടറായി ഒത്തിരി സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര വൃത്തിയായി വസ്ത്രങ്ങൾ അലക്കുന്ന ഒരു അലക്കുകാരിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങളെ കാണാനും നല്ല വർക്കത്തുണ്ട്. ഭർത്താവിന് എന്താ ജോലി? അരിട്ടിപ്പോയിൽ വാച്ചറായിരുന്നു, ചത്തുപോയി. മക്കളില്ലേ? ഒരു മോൻ മാത്രം, 21 വയസ്സായി. അവൻ കഥ എഴുതും. വലിയ വലിയ പത്രങ്ങളിൽ പോലും അവന്റെ കഥ അച്ചടിച്ചു വരും. എന്റെ മോൻ വലിയ ആളാവും, അതുറപ്പാ. ഞാൻ വിളിപ്പെടുത്തോണ്ട് വരാം. കല്യാണിക്കുട്ടിയുടെ മകന്റെ കഥ ഏതു വാരികയിൽ അച്ചടിച്ചു വന്നത്? പേരൊന്നും എനിക്കറിയാൻ വയ്യ. എന്താ മോന്റെ പേര്? ബാലൻ. അങ്ങനൊരു കഥാകൃത്തിനെ കുറിച്ച് ഞങ്ങളാരും കേട്ടിട്ടില്ല. ഇനി കേൾക്കാൻ പോണതേ ഉള്ളൂ. അവന്റെ കഥ നല്ല 1-ാം തരവാ. എത്ര എണ്ണം എഴുതി കൂട്ടുന്നത്? ഉറക്ക കളിക്കും, അതാ ഒരു ദോഷം. മോൻ കഥ എഴുതുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ ഇൻസ്പെക്ടറുടെ മോൾക്ക് ഒരു വിശ്വാസക്കുറവ്. ആ കൊച്ചിന്റെ കണ്ണ് കണ്ടാ അറിയാം അതിന്റെ മനസ്സിനകത്ത് മുഴുവനും കുശുമ്പും അസൂയമാണെന്ന്. അമ്മേ പതുക്കെ പറ. ആരെങ്കിലും കേട്ടാ ഇൻസ്പെക്ടറോടെങ്ങാനും പറഞ്ഞു കൊടുത്താലോ നമ്മളെ രണ്ടുപേരും പിടിച്ച് ലോക്കപ്പിലിടും. ഓ പിന്നെ, 2 മാസമായി അലക്കാൻ തുടങ്ങിയിട്ട്. ഓരോ കൊച്ചു വർത്തമാനവും പറഞ്ഞ് അലക്കിയതങ്ങ് എണ്ണ എടുക്കുന്നല്ലാതെ പൈസയുടെ കാര്യം മിണ്ടത്തില്ല. അമ്മ ചോദിക്കണം. ചോദിക്കണം, വേറെന്താ വഴി? എന്നാലും ആ പെങ്കൊച്ചിന്റെ പുച്ഛിച്ചുള്ള ചിരി എനിക്കതങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ആ പെണ്ണും കഥ എഴുതുമായിരിക്കും. ഒരു കഥ എഴുത്തുകാരനെ കണ്ടാ മറ്റൊരു കഥ എഴുത്തുകാരനെ പിടിക്കത്തില്ലെന്നാ പറച്ചില്. ആ, അത് ശരിയായിരിക്കും. മോൻ എന്നാ മോൻ എഴുതിയ കഥ അമ്മയെ വായിച്ചു കേൾപ്പിക്കുന്നത്? ഇന്ന് തന്നെ വായിച്ചു കേൾപ്പിക്കാം. നല്ല കാര്യമായി. അമ്മയേക്കാ നല്ലൊരു കേൾവിക്കാരി ഈ ലോകത്ത് വേറെ എനിക്ക് കിട്ടുമോ? മൂകനും ബധിരനുമായ ആ കുട്ടിയുടെ ശബ്ദശൂന്യമായ ലോകത്തിലേക്ക് രാധയെ പറഞ്ഞുവിട്ടത് ആരായിരുന്നു? സഹതാപശൂന്യമായ ഒരു ലോകത്തിൽ അവനെ അനാഥനാക്കി വിട്ടിട്ട് പോയ അമ്മയാണോ? ആകാം.
ഇതും അമ്മയുടെയും മോന്റെയും കഥയാണ് മക്കളെ. അമ്മ കഥ മുഴുവൻ കേക്ക്. ആ ശരി ശരി ശരി, കുഞ്ഞു മക്കൾ വായിക്കും. അതുമല്ലെങ്കിൽ തന്റെ വിശാലമായ ഈ പ്രപഞ്ച സൃഷ്ടിയിലെ ഒരാത്മാവ് പോലും സ്നേഹപ്രകാശം കാണാതെ പോകരുതെന്ന് കരുതി ഈശ്വരൻ നിയോഗിച്ചയച്ചതായിരിക്കും. എന്തായാലും ഇങ്ങനെ കട്ടിയുള്ള ഭാഷയൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ല. എന്റെ അമ്മ എന്നെ പള്ളിക്കൂടത്തിന്റെ വരാന്തയെ പോലും വിട്ടിട്ടില്ല. എന്നാലിതാ അമ്മയ്ക്ക് പച്ച വെള്ളം പോലെ മനസ്സിലാവുന്ന ഒരു കഥ പിടിച്ചു. ആ പറ. ഒരിടത്തൊരിടത്ത് തങ്കം പോലൊരു അമ്മയും പിച്ചള പോലൊരു മോനും ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് അലക്കായിരുന്നു ജോലി. അമ്മ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടപ്പോ മകൻ വീട്ടിലിരുന്ന് എഴുത്തെന്ന പേരിൽ എന്തൊക്കെയോ കുത്തിക്കുറിച്ചു. ആ അമ്മയും മകനും കഞ്ഞി കുടിച്ചും ചമ്മന്തി തിന്നും അങ്ങനെ സുഖമായി ജീവിച്ചു. പോടാതെ പ്രസംഗി. എന്റെ മോൻ പിച്ചളെ ഒന്നുമല്ല, പത്രമായിട്ട് തങ്കമില്ലേ തങ്കം. വായിക്കും. കല്യാണിക്കുട്ടിയുടെ മകന്റെ പേര് കൃഷ്ണപുരം ബാലൻ എന്നാണോ? സ്ഥലപ്പേരും കൂടെ ചേർത്ത് പറയുന്ന എന്റെ മോൻ ഇഷ്ടം. ബാലന്റെ കഥ ഈ ലക്കം വാരികയിൽ വന്നിട്ടുണ്ട്. മകനോട് എന്റെ കൺഗ്രാറ്റുലേഷൻസ് പറയണം. എന്ത് പറയണം? കൺഗ്രാറ്റുലേഷൻസ്, അതായത് അഭിനന്ദനം. കഥ നന്നായിരിക്കുന്നു, എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു കേട്ടോ. ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ട് ഒന്ന് നിന്നേ. ഇതും അത്യാവശ്യ കാര്യം തന്നെയാ. എന്റെ മോൻ ജോലിയും വേലയും ഒന്നും ഇല്ലാതെ കറങ്ങി നടക്കുകയാണെന്നാണല്ലോ നിങ്ങളൊക്കെ പറഞ്ഞു നടന്നത്. അവന്റെ കഥ അച്ചടിച്ച് വന്നു വാരികയില്. ഏത് വാരികയിൽ? അതൊക്കെ അറിയണമെങ്കിൽ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന്റെ മോളോട് ചോദിക്കണം. എന്റെ മോൻ വലിയ ആളാവും, എന്റെ കഷ്ടപ്പാടൊക്കെ തീരും. കല്യാണിക്കുട്ടിയുടെ മകൻ മിടുക്കനാ. അവന് എനിക്ക് വലിയ ഇഷ്ടമല്ലേ. ഞാനെന്നാ കൂടി. എക്സ്ക്യൂസ് മീ, കല്യാണിക്കുട്ടിയുടെ മോനല്ലേ കഥ എഴുതുന്ന? അതെ. ഈ ആഴ്ച വന്ന പുതിയ കഥയും നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക്സ്. എങ്ങനാ ഇത്ര ഭംഗിയായി എഴുതാൻ കഴിയുന്നത്? ഭംഗി വായിക്കുന്നവരുടെ മനസ്സിലാണ്. ബാലന്റെ കഥ എനിക്കിഷ്ടാ, വളരെ വളരെ ഇഷ്ടാ. ദീപനാളത്തിനു ചുറ്റും പാരീരുഹൃദയ ശലഭങ്ങൾ. ദീപനാളത്തിനു ചുറ്റും പാരീരുഹൃദയ ശലഭങ്ങൾ. ചിറകുകൾ കരിയുമോ പറയൂ പറയൂ, ചിറകുകൾ കരിയുമോ പറയൂ പറയൂ, എരിയും വാസരമേ സന്ധ്യേ. ദീപനാളത്തിനു ചുറ്റും പാരീരുഹൃദയ ശലഭങ്ങൾ.
ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങും ജലവും സാഗരമാക്കും പ്രണയം. ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങും ജലവും സാഗരമാക്കും പ്രണയം. ഒരു ശ്വേതകണവും ഒരു ബാഷ്പമണിയും നറുമുത്തുകളാക്കും പ്രണയം പ്രണയം. ദീപനാളത്തിനു ചുറ്റും പാറേരു ഹൃദയ ശലഭങ്ങൾ. ബാലൻ്റെ അമ്മ എപ്പോഴും പറയും എൻ്റെ മോനൊരു വലിയ ആളാകുമെന്ന്. ഇപ്പോൾ എനിക്കും അങ്ങനെ പറയാൻ തോന്നുന്നു. എൻ്റെ ബാലൻ ഒരു വലിയ ആളാകും. മലയാളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വലിയ കഥാകൃത്ത്. കഥയല്ല ജീവിതം. ഞാൻ എന്നും കാത്തിരിക്കും. അമ്മേ, നിന്റെ അമ്മയ്ക്ക് പ്രഷർ വളരെ കൂടുതലാണ്. അന്നത്തെ വീഴ്ചയിൽ സ്ട്രോക്ക് വരാതിരുന്നത് ഭാഗ്യമായി കരുതണം. ഇനി അമ്മയെ ആറ്റിൽ അലക്കാനൊന്നും വിടരുത്. അധികം വെയിൽ കൊള്ളാനും പാടില്ല. യാതൊരു കാരണവശാലും ഞാൻ ഇന്നലെ എഴുതി തന്ന മരുന്ന് മുടക്കാനും പാടില്ല. താങ്ക് യു ഡോക്ടർ. എന്താ മോനെ ഈ കഥയുടെ പേര്? അമ്മയ്ക്കൊരു താരാട്ട്. എല്ലാ അമ്മമാരും മക്കൾക്ക് വേണ്ടി താരാട്ട് പാടും ഇല്ലേ? എന്റെ കഥയിലെ മകൻ അമ്മയ്ക്ക് വേണ്ടി താരാട്ട് പാടും. എങ്കിലത് നീ തന്നെയാ എന്റെ ബാലൻ. അമ്മ ആ പാട്ടൊന്ന് പാടിക്കും. ഏത് പാട്ട്? എന്നെ ഉറക്കാൻ അമ്മ എന്നും പാടുവായിരുന്നു ആ പാട്ട്. കരയരുതേ നീനീവം ഉണ്ണുവാനിരിക്ക സുമതേ. കണ്ണനുണ്ണി കരയരുതേ നീനീവം ഉണ്ണുവാനിരിക്ക സുമതേ. വെണ്ണ നെയ്യും ചോറും കൂട്ടി തിണ്ണമോട് ഞാനൂരുട്ടി ഏട്ടനേക്കാൾ മുമ്പേ ഉരുള കിട്ടുവാനായി പോരു കുട്ടി. കരയരുതേ നീനീവം ഉണ്ണുവാനിരിക്ക സുമതേ.
എന്റെ മോനും ഇതൊന്നും ചെയ്ത് പരിചയമില്ലല്ലോ ഈശ്വര. എന്റെ ഭഗവതി, ഞാനും എന്റെ കുഞ്ഞും എന്ത് തെറ്റാണ് എന്നോട് ചെയ്തത്? വീട്ടുജോലികളൊക്കെ ചെയ്യാൻ ഇപ്പോഴെനിക്ക് അറിയാം അമ്മേ. അമ്മയുടെ മോൻ ശരിക്കും വലിയ ആളായി. ഞാൻ ജോലി ചെയ്ത് അമ്മയെ പോറ്റും. അമ്മ വിഷമിക്കാതെ. എന്റെ മോൻ ജോലി ഒന്നും ചെയ്യണ്ട, എനിക്കത് സഹിക്കാനാവില്ല. മോൻ കഥ എഴുതിയാ മതി. അമ്മ കരയരുത്. അമ്മ എനിക്ക് കരഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. പറഞ്ഞേക്കാം. അമ്മയ്ക്കൊരു താരാട്ട് ആരിരാരിരാരോ ആരിരാരിരാരോ. അമ്മയ്ക്കൊരു താരാട്ട് ആരിരാരിരാരോ ആരിരാരിരാരോ. താലോലം അമ്മ താലോലം, താലോലം അമ്മ താലോലം. ആകാശത്തായ ഉറക്കാൻ അമ്പിളിയും പാടുന്നു, ആകാനം പൂനിലവായി. ആകാശത്തായ ഉറക്കാൻ അമ്പിളിയും പാടുന്നു, ആകാനം പൂനിലവായി. അമ്മയ്ക്കൊരു താരാട്ട് ആരിരാരിരാരോ ആരിരാരിരാരോ. നിന്റെ അമ്മയ്ക്ക് ജോലി ചെയ്യാൻ ഇപ്പോഴും മടിയാണോ? ഇനി അമ്മയെ ജോലിക്ക് വിടുന്നില്ല. ഒട്ടും വെളുത്തിട്ടില്ലല്ലോ. നിനക്കറിയാൻ വയ്യാത്ത പണി എന്തിനാ ചെയ്യുന്നേ? ആദ്യം അലക്കൂലി തരണം. 1 വർഷത്തിലധികമായി ഞങ്ങൾ നിങ്ങളുടെ തുണിയിലക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ കണക്കെല്ലാം നോക്കി. മൊത്തം 360 രൂപ തരാനുണ്ട്.
പണം എനിക്ക് ഉടനെ കിട്ടണം. അടുത്ത മാസം മുതൽ വിഴുപ്പലക്കാൻ വേറെ ആളെ നോക്കിയോ. ഞാൻ എന്നും എന്നും കാത്തിരിക്കും. ഞാൻ എന്നും എന്നും കാത്തിരിക്കും. ഞാൻ എന്നും എന്നും കാത്തിരിക്കും. ആ, നിന്റെ തള്ളയ്ക്ക് എങ്ങനെയുണ്ട്? വലിയ കുറവില്ല. ഡോക്ടർ എന്താ പറയുന്നത്? മരുന്ന് മുടക്കരുതെന്ന് പറഞ്ഞു. എടാ കൊച്ചനെ, നിനക്ക് വിവരമുണ്ട്, അത്യാവശ്യത്തിന് പഠിപ്പുമുണ്ട്. ഇന്നത്തെ പത്രം കണ്ടോ? സ്പെഷ്യൽ ആംബിൾ പോലീസിലേക്ക് ആളുകളെ എടുക്കുന്നു. നീ എഴുത്ത് പരീക്ഷ എഴുതി ജയിച്ചാൽ പുഷ്പം പോലെ ഫിസിക്കൽ ടെസ്റ്റും ജയിക്കും. നല്ല പൊക്കം, ആവശ്യത്തിന് നെഞ്ചളവ്, ഉറച്ച ശരീരം, പിന്നെ എന്ത് വേണം? ആ, പിന്നെ 5000 രൂപയുടെ ബോണ്ട് വേണം. അതിനുള്ള ആളിനെ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. എന്താ? ആ, മോൻ അമ്മയെ വിട്ടിട്ട് പോകുമോ? അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ പോകുന്നത്. പോലീസിൽ ചേർന്നിട്ടാണോ എൻ്റെ മോൻ വലിയ ആളാകാൻ പോകുന്നത്? പോലീസുകാരുടെ കൂട്ടത്തിലുണ്ടമ്മേ വലിയ വലിയ ആൾക്കാർ, കഥ എഴുതുന്നവർ, പാട്ട് പാടുന്നവർ, അങ്ങനെ അങ്ങനെ.
ആദ്യത്തെ സ്റ്റൈഫിൻ്റെ കൊണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു മുണ്ടും നേരിതും മേടിച്ചു. കൊച്ചമ്മമാർ അലക്കാൻ തരുന്ന കസവ് മുണ്ടിന് പകരം എൻ്റെ അമ്മ സ്വന്തം കസവ് മുണ്ടും ഇവിടുത്തെ അമ്പലത്തിൽ പോകുന്ന എനിക്ക് കാണണം. എൻ്റെ സ്റ്റൈഫൻ്റെ കൊണ്ട് അമ്മൂന് ഞാനൊരു സാരി വാങ്ങിക്കും. എൻ്റെ അമ്മൂ വിളങ്ങുന്നു ചന്ദ്രനെ പോലെ സുന്ദരി. ഇനി ഈ പാട്ട് പാടിയാ നീ തല്ലു മേടിക്കും. ഞങ്ങളാരും പെമ്പിള്ളാരെ കണ്ടിട്ടില്ലാത്ത പോലെ. നമ്പർ 16 കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട് സർ? അല്പം കൂടുതലാ. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാ ഞാൻ വന്നത്. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞാലൊന്നും ഇവിടുന്ന് വിടത്തില്ല സർ. ഞാൻ കമാൻഡന്റിനെ കണ്ട് പ്രത്യേകമായി അനുവാദം മേടിച്ചിട്ടുണ്ട്. വേഗം വാ. അമ്മയ്ക്ക് ഒരുപാട് കൂടുതലാണോ സർ? നീ പേടിക്കാതെ പെട്ടിയോ മറ്റോ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വേഗം വാ. ഞാൻ അമ്മയ്ക്ക് ഒരു മുണ്ടും നേരുന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട്, അത് എടുത്തോണ്ട് വരാം. എന്താ സർ? നമ്മുടെ പണം കൊടുത്ത് മേടിച്ച കസവ് സെറ്റും എടുത്ത് അമ്മ അമ്പലത്തിലേക്ക് പോകുമ്പോൾ നാട്ടുകാർ പറയും, ദേ ആ പോകുന്ന ആരാണെന്നറിയാമോ? പ്രസിദ്ധ കഥാകൃത്തായ കൃഷ്ണപുരം ബാലന്റെ അമ്മയാണെന്ന്. പൂർണിമയ്ക്ക് ചന്ദനം വേണോ, പുലരിക്ക് പൂക്കളം വേണോ? പൂർണിമയ്ക്ക് ചന്ദനം വേണോ, പുലരിക്ക് പൂക്കളം വേണോ? അമ്മേ നിന്നിറവിൽ മുങ്ങാൻ നിന്നുടലെന്നരികിൽ വേണോ? അമ്മേ നിന്നിറവിൽ മുങ്ങാൻ നിന്നുടലെന്നരികിൽ വേണോ? എന്നുടലെ നിന്നംഗമല്ലേ? അമ്മയ്ക്കൊരു താരാട്ട് ആരിരാരിരാരോ ആരിരാരിരാരോ.